തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത സി വോട്ടർ സർവേ അവരുടെ ഈ തമിഴ്നാട് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സർവേ നടത്തിയതിൻ്റെ ഫലം അവരിപ്പോൾ വിട്ടിട്ടുണ്ട്. അതായത് അവിടെ ഒന്നാം സ്ഥാനത്ത് DMK വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അവിടെ എത്തുന്നത് AIADMKയോ BJPയോ അല്ല, നമ്മുടെ വിജയിൻ്റെ പാർട്ടിയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? എന്തായാലും ഇപ്പോൾ കേരളത്തിനോടൊപ്പം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതാണ് തമിഴ്നാട്ടിലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ചർച്ച നടക്കുന്നത് തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം, 2026 കേരളത്തെക്കാൾ ചർച്ച നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഇപ്പോഴേ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി മാറിയിരിക്കുന്നത് വിജയാണ്. വിജയ് അറിയാമല്ലോ, അവിടുത്തെ ഏറ്റവും രജനീകാന്തിനും കമലഹാസനും അതോടൊപ്പം തന്നെ ആ ശ്രേണിയിലേക്ക് തന്നെ നിൽക്കുന്ന ഒരു നടനാണ്, സൂപ്പർ മെഗാ സ്റ്റാർ ഇളയദളപതി വിജയ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. പണ്ട് നാം പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഏത് രീതിയിലാണ് ഈ സിനിമയിലെല്ലാം അവരുടെ കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പരാജയങ്ങളെല്ലാം മണത്തു തുടങ്ങുമ്പോഴായിരിക്കും അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല സമയത്ത് തന്നെ അദ്ദേഹം ജനങ്ങളെ സേവിക്കാനായി വരുന്നു എന്ന ഒരു രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, പാർട്ടി പ്രഖ്യാപിക്കുന്നു. ആ പാർട്ടി വളരെ വേഗം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു സി വോട്ടർ സർവേ വന്നിരിക്കുന്നത്. നമുക്ക് ആ സർവേ നടത്തുന്നവർ പല കേരളത്തിൽ ഉൾപ്പെടെ ആ സർവേകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ സർവേ പ്രകാരമാണ് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ജനങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 27% വോട്ടോടുകൂടി തന്നെ സ്റ്റാലിനാണ് മുന്നിൽ നിൽക്കുന്നത്. സ്റ്റാലിൻ നിലവിലെ തന്നെ മുഖ്യമന്ത്രിയാണ്. അപ്പോഴേക്കും നാം അടുത്ത് പ്രതീക്ഷിക്കുന്നത് DMKയുടെ ഭാഗത്ത് നിന്നായിരിക്കും. കാരണം അവിടുത്തെ ഇപ്പോൾ പ്രതിപക്ഷം എടപ്പാടി പളനിസ്വാമിയാണ്. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്. അതിനാൽ തന്നെ സ്വാഭാവികമായി അദ്ദേഹമായിരിക്കും രണ്ടാം സ്ഥാനമെങ്കിൽ, പക്ഷേ അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് 18% വോട്ടോടുകൂടി വിജയാണ് രണ്ടാമതെത്തിയിട്ടുള്ളത്. പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ഈ DMK. അവർക്ക് വെറും 10% വോട്ടേ ഉള്ളൂ. അപ്പോൾ നാം എല്ലാം പ്രതീക്ഷിച്ച് നിന്ന ഒരു കണക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ജയലളിതയുടെ മരണത്തിന് ശേഷം ആ പാർട്ടി പതിയെ ചെറുതായി തകർന്നു പോവുകയാണ്. അവർ വളരെ പിന്നിലേക്ക് പോകുന്നു. അവർ ജയലളിതയുടെ സമയത്ത് കഴിഞ്ഞ് ആ മരണത്തിന് ശേഷം പന്നീർസെൽവം മുഖ്യമന്ത്രിയായി വരുന്നു. പിന്നീട് റിസോർട്ട് രാഷ്ട്രീയം കാണുന്നു. പിന്നീട് എടപ്പാടി മുഖ്യമന്ത്രിയായി വരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്നു. സ്റ്റാലിൻ വൻ വിജയം നേടുന്നു. അതിനുശേഷം ആ പാർട്ടി പിന്നോട്ട് പോവുകയാണ്. അത് വീണ്ടും ആ സ്പേസിലേക്കാണ് വിജയ് വളർന്നു കയറാൻ ഉള്ള സാധ്യതയെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ സർവേ ഫലം വന്നിരിക്കുന്നത്. DMKയുടെ സ്പേസിലേക്ക് വിജയ് വരികയാണ്. വിജയ് അങ്ങനെ വരികയാണെങ്കിലും മറ്റൊരു ചോദ്യമുണ്ട്, വിജയ്ക്ക് അടിത്തറയുണ്ടോ? ഇത് മുഖ്യമന്ത്രി സ്വാഭാവികമായി ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആര്? ചിലർ പറയുന്നു സ്റ്റാലിൻ, ചിലർ പറയുന്നു വിജയ്. അങ്ങനെയുള്ള ചോദ്യമാണ്. പക്ഷേ ഈ വിജയ്ക്ക് മുഖ്യമന്ത്രി ആകണമെങ്കിൽ കേവല ഭൂരിപക്ഷം വേണമല്ലോ. അതിനുള്ള നേതാക്കൾ വിജയുടെ കയ്യിലുണ്ടോ എന്നത് സംശയമാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖം മാത്രമേ മാത്രം ഒരു വ്യക്തിപ്രഭാവം കൊണ്ടാണ് ആ പാർട്ടി നിൽക്കുന്നത്. പ്രത്യേകിച്ചും വിജയ് ഫാൻസിന് അതിനകത്ത് വലിയ സംഭാവനയുണ്ട്. കാരണം വിജയ്ക്ക് ആ 200-ലധികം മണ്ഡലം ഉണ്ടല്ലേ. പക്ഷെ ആ മണ്ഡലത്തിൽ മുഴുവൻ വിജയ്ക്ക് മത്സരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല. മറിച്ച് ഓരോ മണ്ഡലങ്ങളിലും അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ വേണം, പ്രാദേശികമായ നേതാക്കൾ വേണം. അവർ പ്രാദേശിക അടിസ്ഥാന ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അങ്ങനെ ഒരു വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇനി വിജയുടെ പാർട്ടി എല്ലാവരെയും ഞെട്ടിച്ചിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തെ നിൽക്കുന്നത് പളനിസ്വാമിയാണ്. എടപ്പാടിക്ക് 10% വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ജനകീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ജനകീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അത് പൂർണ്ണമായി തന്നെ വിജയിലേക്ക് മാറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രസകരമായ മറ്റൊരു സംഭവം, ഈ അവരുടെ സഖ്യകക്ഷിയായിരുന്ന BJPയുടെ ഒരു കണക്കുണ്ട്. BJPയുടെ അണ്ണാമലയുമായി ബന്ധപ്പെട്ട് ഈ എടപ്പാടിക്ക് മുൻ മുഖ്യമന്ത്രിക്ക് 10% അണ്ണാമലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 9% വോട്ടാണ്. അണ്ണാമലയും എടപ്പാടി പളനിസ്വാമിയും തമ്മിൽ വ്യത്യാസമേ ഉള്ളൂ. അതാണ് അതിലെ മറ്റൊരു രസകരമായ ഒരു കാര്യം. ഈ
അണ്ണാമല തലവേദനയാകുന്നു, ആ സഖ്യത്തിന് വലിയ പ്രശ്നമാണ്, അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുമായി സഖ്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയായിരുന്നല്ലോ ഈ അണ്ണാ DMKയുടെ നിലപാട്. അത് എന്തായാലും കേന്ദ്ര നേതൃത്വം അതിന് അനുകൂലമായ നിലപാടെടുത്തില്ല. പിന്നീട് അണ്ണാമല ഒറ്റയ്ക്ക് പുറത്തുപോയി, അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായി ആ പാർട്ടിക്ക് വലിയ അടിത്തറയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. 3% നിന്ന് 13% വോട്ടിലേക്ക് അവർ വളർന്നു. അതെ, അങ്ങനെയുള്ള ഒരു കാരണം ഒരു വലിയൊരു മത്സരം നടക്കുന്ന ഒരു ഇടത്താണ് 10%-ലധികം വോട്ട് BJPക്ക് മാത്രം നേടാൻ കഴിഞ്ഞിരുന്നത്. അപ്പോ ആ രീതിയിൽ തന്നെയാണ് അണ്ണാമലയുടെ സ്വാധീനം കുറഞ്ഞിട്ടില്ല. ഇടക്കാലത്ത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നിട്ടും അവർക്ക് 0 സീറ്റാണ് നേടിയത്. കോയമ്പത്തൂരിൽ അണ്ണാമല പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പരാജയപ്പെട്ടിട്ട് പോലും അണ്ണാമലയുടെ സ്വാധീനം കുറയുന്നില്ല. അദ്ദേഹത്തിന് മുൻ മുഖ്യമന്ത്രിയോടൊപ്പം ജനസ്വാധീനമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. 2 ദിവസം മുൻപ് ഡൽഹിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല, അണ്ണാ DMKയും അതോടൊപ്പം തന്നെ BJPയും ഒറ്റക്കെട്ടായി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന രീതിയിലുള്ള സഖ്യത്തിലേക്ക് വരുന്നു. ആ സഖ്യത്തിലേക്ക് വരുന്നു എന്ന ചർച്ച നടത്തുമ്പോഴും നാം വേറെ മറ്റ് സർവേകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പാർട്ടിക്ക് പോലും അവിടെ കേവല ഭൂരിപക്ഷം ലഭിക്കുന്നില്ല. DMKക്ക് 100-ൽ താഴെ സീറ്റുകൾ ലഭിക്കുന്നു. വിജയുടെ പാർട്ടിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അണ്ണാമലയ്ക്ക് ഈ അണ്ണാ DMKക്കും കുറച്ച് സീറ്റ് ലഭിക്കുന്നു. അങ്ങനെ BJPക്ക് സീറ്റ് ലഭിക്കുന്നു. അങ്ങനെ എല്ലാ സീറ്റുകളും പൂർണ്ണമായി തന്നെ വിഭജിച്ചു പോകുകയാണ്. ആ സമയത്താണ് BJPയും അണ്ണാ DMKയും തമ്മിൽ ഒത്തുചേർന്ന് മത്സരിച്ചാൽ ഒരു വിജയപ്രതീക്ഷ ഉണ്ടെന്ന തോന്നൽ ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഈ എടപ്പാടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ അമിത്ഷാ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: 2026 ഇലക്ഷനിൽ അഴിമതി സർക്കാരിനെ താഴെയിടും, അവിടെ ഒരു NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന ആ എക്സിൽ കുറിച്ച വാക്കുകളുടെ ലക്ഷ്യം ഇതാണ്. കാരണം ഒരു പാർട്ടിക്കും അവിടെ കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിങ്ങളുടെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് 27% പേരുടെ പിന്തുണയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. അതേസമയം വിജയിന് 18%, എടപ്പാടി പളനിസ്വാമിക്ക് 10%, അണ്ണാമലയ്ക്ക് 9%. ഈ ADMKയും BJPയും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ ആ 10ഉം 9ഉം കൂടെ ചേർന്ന് ഒരു 19% പേരുടെ പിന്തുണ കിട്ടും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പറഞ്ഞതുപോലെ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കിട്ടുന്നില്ല എന്നിരിക്കട്ടെ തമിഴ്നാട്ടിൽ, അപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി DMK ആണ് എന്നുള്ളതാണ് ഈ സർവേകളിൽ നിന്ന് പൊതുവെ ഉരുത്തിരിയുന്ന ഒരു ഫലം. അല്ല, ആ പാർട്ടിക്ക് അല്ലാതെ തന്നെ സംഘടനാപരമായ അതിന്റെ ശക്തി നിലവിലുണ്ട്. ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് വലിയ രീതിയിൽ കരുണാനിധിയും അങ്ങനെയാണല്ലോ, കരുണാനിധിയും ജയലളിതയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. പിന്നീട് കരുണാനിധി മരണപ്പെടുന്നു, ജയലളിതയാകുന്നു. അങ്ങനെ ജയലളിത തുടർച്ചയായി തന്നെ 2 തവണ അധികാരത്തിൽ വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ സ്റ്റാലിനെതിരായി ഇന്നൊരു ഫേസ് തമിഴ്നാട്ടിലില്ല. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതാണ് അവിടെ എടുത്തു പറയേണ്ട കാര്യം. സ്റ്റാലിനൊത്ത ഒരു പോരാളി തമിഴ്നാട്ടിൽ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കേണ്ട കാര്യം. ഈ സർവേകൾ പൊതുവെ എത്ര നേതാക്കൾ ഉണ്ടെങ്കിലും ഈ വോട്ട് കട്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ തങ്ങളിലേക്ക് വരാനുള്ള വോട്ടിനെ ചെറു കക്ഷികളെ കൊണ്ട് പിളർത്തി മാറ്റുക. അതാണ് ഭരണവിരുദ്ധ വികാരത്തെ പിളർത്തുക. അതാണ് സ്റ്റാലിനും കേരളത്തിൽ പിണറായി വിജയനും കളിക്കാൻ പോകുന്ന കളി അതാണ്. പക്ഷേ എന്തായാലും വിജയ് ആയിരിക്കും ഈ എല്ലാ പാർട്ടികളുടെയും തലവേദനയായി മാറാനുള്ളത്. അതിന് നല്ല സാധ്യതയുണ്ട്. കാരണം ഈ വിജയ്ക്ക് എത്ര വോട്ട് പിടിക്കാൻ കഴിയും, എത്ര സീറ്റുകൾ കിട്ടാൻ കഴിയും, അതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ തരംഗമായി മാറുന്നുമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരത്തെ അതും ഈ പറയുന്നത് പോലെ വിഘടിപ്പിച്ചുകൊണ്ട് പോകും. അപ്പോൾ വിജയ് നേടുന്ന സീറ്റുകളും വിജയ് പിടിക്കുന്ന BJPയുടെ NDAയുടെയും പ്രതീക്ഷ ഈ DMKയുടെ വോട്ടുകൾ വിജയുടെ TVക്ക് വലിയ രീതിയിൽ ചോർത്തും. തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ തങ്ങൾ ഒറ്റക്കെട്ടായി മത്സരിക്കുകയാണെങ്കിൽ ഒരു സർക്കാർ ഉണ്ടാക്കാമെന്നാണ് അമിത്ഷായുടെയും BJPയുടെയും പ്രതീക്ഷ. അത് ഏതാണ്ട് ശരിയാണ്. അത് കണക്കുകൂട്ടലുകൾ നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ.